സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അബുൽ ലൈസിനെ രക്ഷിക്കാൻ യൂത്ത് ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം 50 ലക്ഷം വാങ്ങിയെന്ന ആരോപണം മുസ്ലിം ലീഗിനുള്ളിലും ചർച്ചയാകുന്നു. ആരോപണത്തിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ചില നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. ഇടത് എംഎൽഎമാർ അബുൽ ലൈസിന് വേണ്ടി ഇടപെട്ടത് നിയമസഭയിൽ ഉയരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ആരോപണമെന്നാണ് നജീബ് കാന്തപുരത്തെ അനുകൂലിക്കുന്നവരുടെ വിശദീകരണം. UDF സർക്കാർ അധികാരത്തിലിരുന്ന സമയത്താണ് അബുലൈസ് ഉൾപ്പെട്ട കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുണ്ടായത്. അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത അഷ്റഫ്, കാരാട്ട് ഫൈസൽ എന്നിവരൊഴികെയുള്ളവർക്കെതിരെ കൊഫോപോസ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവർ രണ്ടാളും കൊഫോപോസയിൽ ഉൾപ്പെടുത്താതിരിക്കുകയും എൻ്റെ മോനെ ഉൾപ്പെടുത്തുകയും ചെയ്തപ്പോൾ യഥാർത്ഥ പ്രതികൾ ഒഴിവാകുകയും പ്രതിയല്ലാത്ത എൻ്റെ മോനെ ഉൾപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷണം നടത്തിയപ്പോൾ UDF ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തിയിട്ടാണ് അത് ഒഴിവായി കിട്ടിയത് എന്ന് പറഞ്ഞു. കൊടുവള്ളി നഗരസഭയിലെ ഇടതംഗം കൂടിയായ കാരാട്ട് ഫൈസലിനോട് സംസാരിച്ചപ്പോൾ പണം നൽകിയാൽ അബുലൈസിനെയും കൊഫോപോസയിൽ നിന്ന് ഒഴിവാക്കാൻ ഇടപെടാമെന്നാണ് പറഞ്ഞത്. പിന്നീട് 50 ലക്ഷം രൂപ ഫൈസലിന് കൈമാറി. ഈ സംഭവം നടക്കാതിരുന്നപ്പോൾ ഏജന്റിനെ വിളിച്ച് ഞാൻ ഈ പൈസൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നമ്മളോട് ഞങ്ങൾ ചന്ദ്രികയിൽ എന്തോരം അവിടെ ജില്ലാ നേതാക്കളൊക്കെ ഉള്ള സമയത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ്. വിഷയത്തിൽ പാർട്ടി ഇടപെടണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണമായതിനാൽ അതിനെതിരെ പ്രതികരണം പോലും നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് നജീബ് കാന്തപുരം. റഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.